ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനേക്കും ഹെസ ബേബിയും കൂടി നാട്ടിൽ വന്ന സീൻ നിങ്ങളാരും കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ രണ്ടാമത് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഷാർജ എയർപോർട്ടാണ് ഈ കാണുന്നത്. ഷാർജ എയർപോർട്ടിലൂടെയാണ് കേട്ടോ നമ്മൾ ട്രിവാൻഡ്രത്തേക്കാണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉള്ളിലൊക്കെ കയറി ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നൊരു സീനാണ് കേട്ടോ ഈ കാണുന്നത്. അതിനുശേഷം ആദ്യമായിട്ട് ഹെസ ബേബി ബസ്സിൽ കയറുന്നൊരു സീനാണ് നിങ്ങൾ ഈ കാണുന്നത്. ബസ്സിൽ നമ്മൾ കയറിയിട്ട് ഒത്തിരി ദൂരം പോയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ബസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഹെസ ബേബി ഭയങ്കര എക്സൈറ്റഡോടുകൂടി ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ നോക്കി കാണുന്നുണ്ടായിരുന്നു. അവൾക്ക് ആദ്യമായിട്ട് ബസ്സും ഫ്ലൈറ്റും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു യാത്രയായിരുന്നു കേട്ടോ ഈ ഒരു യാത്ര. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഉള്ള വരവിനൊക്കെ അവൾ കിടന്നുറങ്ങാറാണുള്ളത്. അപ്പം ഈ ഒരു ഫ്ലൈറ്റിലാണ് കേട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്, എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ. അപ്പോൾ ചെറിയ രീതിയിൽ നല്ല പേടിയുണ്ടായിരുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ അപകടവും കാര്യങ്ങളൊക്കെ ഈ അടുത്താണല്ലോ നടന്നത്, അതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 3 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു സീറ്റിൽ. ഈ ഒരു ഫ്ലൈറ്റ് ഇത്തവണ അത്ര ഫുള്ളൊന്നും അല്ലായിരുന്നു കേട്ടോ, കുറേ എംപ്റ്റി പ്ലേസസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇക്കുനും ഹെസ ബേബിക്ക് ലാവിഷായിട്ട് ഇരുന്ന് പോരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലൈറ്റ് പൊന്തി പറക്കുന്നൊരു സീനാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഷാർജ സ്കൈയിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഈ കാണിച്ചു തരുന്നത്. സ്കൈയിൽ നിന്ന് ഷാർജ കാണാൻ എന്ത് രസമാണ് അല്ലേ, നിങ്ങളൊന്ന് കണ്ടു നോക്കും. അതുപോലെ നിങ്ങൾ ഇതിന് മുന്നേ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുള്ളവരാണെങ്കിൽ എന്തായാലും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് പിന്നെ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ മുകളിലൂടെ പറക്കുന്നൊരു സീനാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ട്രിവാൻഡ്രത്തിൻ്റെ നൈറ്റ് വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. പകൽ നമ്മൾ അവിടെ നിന്ന് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ എത്തിയപ്പോഴത്തേക്കും നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഹെസ ബേബിനായിട്ട് ഞങ്ങൾ വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു ബഗ്ഗി റൈഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഞങ്ങൾ 3 പേരും ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വന്നൊരു സീനാണ് കാണുന്നത്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.